ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് CPI സ്വീകരിച്ച നിലപാടിനെ LDFന്റെ കൺവീനർ ഇന്ന് പിന്തുണയ്ക്കുന്നത് കണ്ടു. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ കാലതാമസമുണ്ടായിക്കൂടാ എന്നത് തന്നെയാണ് പാർട്ടി നിലപാടെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. RSS ADGP കൂടിക്കാഴ്ചയിൽ DYFIയും അവരുടെ അതൃപ്തി ഇന്ന് പരസ്യമാക്കി. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലുമുണ്ട് അതൃപ്തി. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണം. വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPI നിലപാട് ഘടിപ്പിച്ചതോടെ ADGPയെ മാറ്റി നിർത്തണമെന്ന CPI ആവശ്യത്തോട് അനുകൂലിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. CPIയുടെ ആവശ്യം ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ. അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാടുകൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണുള്ളത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യം, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. RSSുമായി ആര് കൂട്ടുചേരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ മാസം 3 മുമ്പാണ്. അടുത്ത ആഴ്ച ആദ്യത്തോടെ ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയിലെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. 24 തിരുവനന്തപുരം.